ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 നോക്കാം. യൂണിറ്റ് 1 ദ വാംത്ത് ഓഫ് ലവ്. ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഫേമസ് കോട്ട്സും കൊടുത്തിട്ടുണ്ട്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ഭൂമി സ്നേഹിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇവിടെ ആ പിക്ചറിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഹിയർ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ ഫാമിലി. ചിൽഡ്രൻസ് ആർ പ്ലേയിങ്. ബേർഡ്സിൻ്റെത് നേച്ചറിൻ്റെ നല്ലൊരു പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ദ കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ഈസ് റിട്ടൺ ബൈ ഓഡ്രി പെൻ. ഷീ ഈസ് എൻ അമേരിക്കൻ റൈറ്റർ ആൻഡ് ഷീ റോഡ് മെയിൻലി ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഷീ ഈസ് ദ ബെസ്റ്റ് നോൺ ഫോർ കിസ്സിങ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. റക്കൂൺസ് ഒരു ടൈപ്പ് ഓഫ് ആനിമലാണ്, ഒരു ടൈപ്പ് ഓഫ് ബെയർ സീൻ ഇൻ അമേരിക്ക. അതിനെക്കുറിച്ചാണ്, അതിൻ്റെ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. ദ കിസ്സിങ് ഹാൻഡിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കാം. ചെസ്റ്റർ റക്കൂൺ stood at the edge of the forest and cried. I don't want to go to school, he told his mother. I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to swing on my swing. Please, may I stay home with you? Mr. Raccoon took Chester by the hand and nuzzled his ear. ഇവിടെ റക്കൂണിൻ്റെ അമ്മ, മദർ റക്കൂൺ, കിഡ് റക്കൂണിനോട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ആ കുട്ടി ഹ്യൂമൻ ക്വാളിറ്റീസാണ് ഇവിടെ ആനിമലിന് കൊടുത്തിരിക്കുന്നത്. ചൈൽഡായ റക്കൂൺ ഇവിടെ സ്കൂളിൽ പോകാൻ വേണ്ടി പോകില്ല എന്നുള്ള ഇതിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് റീസൺസ് പറയുന്നത് നോക്കാം. I don't want to go to school, he told to his mother. I want to stay home with you. വീട്ടിൽ അമ്മയോടൊപ്പം വീട്ടിൽ നിൽക്കാനാണ് ചൈൽഡ് റക്കൂൺ പറയുന്നത്. He want to play with his friends. കൂട്ടുകാരുടെ കൂടെ കളിക്കണം. Play with his toys കൂടെ കളിക്കണം. അവൻ്റെ ബുക്ക് വായിക്കണം. അവൻ്റെ സ്വിങ്ങിൽ ഊഞ്ഞാലിൽ ആടണം എന്നൊക്കെയാണ് പറയുന്നത്. സ്കൂൾ പോകാതിരിക്കാനുള്ള റീസൺസ് ആയിട്ട് പറയുന്നത്. Mr. Raccoon and took Chester by the hand and nuzzled his ear. അമ്മ, റക്കൂണിൻ്റെ അമ്മ അടുത്ത് വന്ന് ചെവിട്ടിലിൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ പറയും. എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് അമ്മ മകനെ സ്കൂളിലേക്ക് വിടാൻ പ്രേരിപ്പിക്കുന്നതെന്ന് നോക്കാം. ചെസ്റ്റർ ഡസൻറ്റ് വോണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? അത് റീസൺസ് പറയുന്നുണ്ട്. ബിക്കോസ് ഹി വോണ്ട് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, ഹിസ് ടോയ്സ് ആൻഡ് ഓൾ. അതൊക്കെയാണ് ആ റീസൺ പറയുന്നത്. ഇഫ് യു വെയർ ചെസ്റ്റേഴ്സ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? ചെസ്റ്ററിൻ്റെ പ്ലേസിൽ നിങ്ങളാണെങ്കിൽ എന്താണ് ചെയ്യുക? അതെ, എല്ലാ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെയാണ് ചെയ്യുക. സ്കൂളിൽ പോകാൻ മടി കാണിക്കും. സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടി തന്നെയായിരിക്കും. പല റീസൺസും അവർക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ ചെസ്റ്ററും ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് കളിക്കാം, വീട്ടിൽ നിന്ന് പഠിക്കാം, വീട്ടിൽ നിന്നുള്ള ടോയ്സ് ഉപയോഗിക്കാം, അമ്മയുടെ കൂടെ കളിക്കാമെന്നാണ് ചെസ്റ്റർ റക്കൂൺ ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പേജ്. Sometimes we all have to do things we don't want to do, she said him gently, even if they seem strange and scary at first. But you will love school once you start. You will make new friends and play with new toys. You can read new books and swing on new swings. അമ്മ മകനോട് പറയുന്നതാണ്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ സ്കൂളിൽ പോയാൽ പുതിയ ടോയ്സും പുതിയ ഫ്രണ്ട്സും പുതിയ സ്വിങ്സും ഒക്കെ കിട്ടും. ഇതൊന്നും കിട്ടാതിരിക്കില്ല. വീട്ടിൽ മാത്രമല്ല, സ്കൂളിൽ നിന്ന് പുതിയ സാധനങ്ങൾ കിട്ടും. പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പുതിയ ബുക്സ് കിട്ടും, പുതിയ സ്വിങ്സ് കിട്ടും, ടോയ്സ് കിട്ടും എന്നൊക്കെ അമ്മ പറയും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. ബിസൈഡ്സ്, ഷീ ആഡഡ്, I know a wonderful secret that will make your nights at school seems as warm and cozy as your days at home. പിന്നെ ഞാനൊരു സീക്രട്ടും കൂടി പറയാം. I will tell you a secret that will make your nights at school, രാത്രിയാണ് ഇവർ സ്കൂളിൽ പോകുന്നത്, seems warm and cozy. warm and cozy എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ട്, വീട്ടിലുള്ള അതേപോലെ കംഫർട്ടബിൾ ആയിരിക്കാൻ ഞാനൊരു സീക്രട്ട് പറയാമെന്ന് അമ്മ പറയും. ചെസ്റ്റർ വൈപ്ഡ് away his tears and looked interested. ഇത് കേട്ടപ്പോൾ ചെസ്റ്ററിന് കുറച്ച് ആശ്വാസം തോന്നി. കണ്ണുനീരൊന്ന് വൈപ്പ് ചെയ്തിട്ട് അമ്മ പറയുന്നത് ശ്രദ്ധിക്കും. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? ആ സീക്രട്ടോ? എന്താണ് ആ സീക്രട്ട്?
എ വെരി ഓൾഡ് സീക്രട്ട് സെറ്റ് മിസ്റ്റർ റക്കൂൺ. അതൊരു പഴയ സീക്രട്ടാണ്. പണ്ടേ അമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു സീക്രട്ടാണത്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ. അങ്ങനെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കൈമാറി വരുന്ന ഒരു സീക്രട്ടാണത്. ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ആസ് ചെസ്റ്റർ. ചെസ്റ്റർ പറയും, കിസ്സിങ് ഹാൻഡോ, അതെന്താണ്? വാട്ട്സ് ദാറ്റ്? ഐ വിൽ ഷോ യു. ഓക്കെ, എന്താണെന്ന് മകൻ ചോദിച്ചപ്പോൾ അമ്മ പറയും, അത് ഞാൻ കാണിച്ചു തരാം. ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദ ഓൾഡ് സീക്രട്ട്. വാട്ട് മേ ബി ദ സീക്രട്ട്? ഇത് നമുക്ക് നോക്കാം. എന്തായിരിക്കും ആ ഒരു സീക്രട്ട്? പണ്ടേ അമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സീക്രട്ട് ഉണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. അതെന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പേജ് നോക്കാം. മിസ് റക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. Leaning forward, she kissed Chester's right in the middle of his palm. Chester felt his mother's kiss rush from his hand up his arm and into his heart. Even his silky black mask tinkled with a special warmth. ഇവിടെ മിസ് റക്കൂൺ എന്താ ചെയ്തത്? ചൈൽഡ് റക്കൂണിൻ്റെ പാമിൽ കിസ്സ് ചെയ്യും. ആ കിസ്സ് അവൻ്റെ ഹാർട്ടിലേക്ക് എത്തും. മിസ്റ്റർ റക്കൂൺ സ്മൈൽഡ്. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mommy loves you. Mommy loves you. And that very kiss will jump to your face and fill you with toasty, warm thoughts. She took Chester's hand and carefully wrapped his fingers around the kiss. അപ്പോൾ എന്താണ് അമ്മ ചെയ്യുക? ചൈൽഡ് റക്കൂണിൻ്റെ പാമിൽ കിസ് ചെയ്തിട്ട് പറയും, എപ്പോഴൊക്കെയാണ് അമ്മയെ ഓർമ്മ വരുന്നത്, സ്കൂളിൽ ചെന്നാൽ എപ്പോഴൊക്കെയാണ് അമ്മയെ ഓർമ്മ വരുന്നത്, ആ ഒരു കിസ് ചെയ്ത പാമ്പ് ചീക്കിലേക്ക് വെച്ചിട്ട് ചിന്തിക്കുക. മമ്മി ലവ്സ് യു, അമ്മ മോനെ ഇഷ്ടപ്പെടുന്നു, മമ്മി ലവ്സ് യു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോഴേക്കും മോൻ്റെ ആ ലോൺലിനെസ് മകന് പോയി കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. ഹൗ ഡിഡ് മിസ് റക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ടു ഓവർകം ഹിസ് ഫിയർ? എങ്ങനെയാണ് ആ ഒരു പേടി മാറ്റിയത്? ഒരു ഓൾഡ് സീക്രട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മദർ കിസ്ഡ് ഹിസ് ഹാൻഡ്. അങ്ങനെ കിസ് ചെയ്തിട്ടാണ് അമ്മ പറയുന്നത്. എപ്പോഴാണ് അമ്മയെ ഓർക്കാൻ പറ്റുക, ഓർമ്മ വരുന്നത്? അപ്പോൾ ആ കൈ മുഖത്തേക്ക് ചീക്കിലേക്ക് വെച്ചിട്ട് അമ്മയെ ചിന്തിച്ചാൽ മതി. അപ്പോഴും മോന് അമ്മയെ മിസ് ചെയ്യുന്നത് ഇല്ലാതാവുമെന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ്. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. But don't worry, when you open your hand to wash after having food, I promise the kiss will stick. Chester loved the kissing hand. Now he knew the mother's love would go with him wherever he went, even in the school. That night, Chester stood in the forest in front of his school and looked thoughtful. Suddenly he turned to his mother and grinned. Give me your hand, he told her. Chester took his mother's hand in his own and unfolded her large, familiar fingers into a fan. Next, he leaned forward and kissed the center of her hand. Now you have a kissing hand too, he told her with a gentle goodbye. I love you, Chester said as he turned and danced away. അപ്പോൾ നെക്സ്റ്റ് ഈ പേജിൽ എന്താണെന്ന് നോക്കാം. ചെസ്റ്റർ ഏകദേശം അമ്മ പറഞ്ഞതിൽ കൺവിൻസായി സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. അമ്മ കൊടുത്ത കിസ്സും അവൻ കയ്യിൽ വാങ്ങിയിട്ട് അവൻ സ്കൂളിലേക്ക് പോകാൻ റെഡിയായപ്പോൾ അമ്മ പറയും, ഈവൺ ഇഫ് യു വാഷ് ഹാൻഡ്സ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകിയാലും ആ ഒരു കിസ്സ് അവിടെ നിന്ന് പോവില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുമെന്ന് പറയും. അപ്പം കുട്ടിക്ക് മനസ്സിലാവും, അമ്മയുടെ ആ ഒരു സ്നേഹം ആ കുഞ്ഞിനെ മനസ്സിലാവും. Chester loved his kissing hand. Now he knew his mother's love would go with both go wherever he went. എവിടെ പോയാലും അമ്മയുടെ സ്നേഹം കൂടി ഉണ്ടാവുമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അമ്മയെ നോക്കും. Suddenly he turned to his mother and grinned.
പെട്ടെന്ന് സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് അമ്മയെ നോക്കിയിട്ട് അമ്മയുടെ കൈ നീട്ടിയിട്ട് വാങ്ങും. ഗിവ് മീ യുവർ ഹാൻഡ്. Chester took his mother's hand and in his own and unfolded her large familiar fingers into a fan. അമ്മയുടെ കയ്യിലും അവൻ എന്ത് ചെയ്യും? കിസ് കൊടുക്കും. എനിക്കറിയാം അമ്മക്ക് എന്നെയും മിസ് ചെയ്യേണ്ട എന്നുള്ള ഇതിലാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഹി ലീൻ ഫോർവേഡ് ആൻഡ് കിസ് ദ സെൻറ്റർ ഓഫ് ഹർ ഹാൻഡ്. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. അമ്മക്കും കിസ്സിങ് ഹാൻഡ് ഞാൻ തന്നിരിക്കുകയാണ്. ആൻഡ് ഗുഡ് ബൈ. സ്കൂളിലേക്ക് പോകുന്നതാണ്. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് സന്തോഷത്തോടെയാണ് പോകുന്നത്. ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? എന്താണ് ചെസ്റ്ററിന് ഫീൽ ചെയ്തത്? ഹി വാസ് വെരി ഹാപ്പി അല്ലേ? അവനും അമ്മയ്ക്കൊരു കിസ് കൊടുത്തു. നെക്സ്റ്റ് പേജ് നോക്കാം. മിസ് റക്കൂൺ വാച്ച് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ limb and enter the school. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. The warmth of Chester's kiss filled her heart with special words. Chester loves you, it sang. Chester loves you. ഓക്കെ, ഈ പേജിൽ അങ്ങനെ കുഞ്ഞിനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചൈൽഡ് റക്കൂൺ പോകാൻ തുടങ്ങി, സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. അമ്മ അത് ദൂരെ നിന്ന് വാച്ച് ചെയ്യുകയാണ്. മിസ്റ്റർ റക്കൂൺ വാച്ച് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ limb and enter the school. Miss Raccoon. As the first bell of the new school year rang, she pressed her left. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല സ്കൂളിൽ പോകുമ്പോൾ മിസ് ചെയ്യുക, പാരൻസിനും ശരിക്കും മക്കളെ മിസ് ചെയ്യും. അവർക്കും സങ്കടം ഉണ്ടാവും. കുഞ്ഞുങ്ങൾ മാത്രം കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും പാരൻസിനുള്ളിൽ അതിനേക്കാൾ വിഷമമുണ്ടാകും. പക്ഷെ അവർക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അതേപോലെയാണ് ഇവിടെ മദർ റക്കൂണും. ഉള്ളിൽ ഭയങ്കരമായ സങ്കടമുണ്ട് മോൻ സ്കൂളിൽ പോകുമ്പോൾ. മോനെ വിട്ടു പോകുന്നത്, പഠിക്കാനാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഇത്രയും നാൾ കുഞ്ഞായിരുന്ന റക്കൂൺ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ലോകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം അമ്മക്ക് ഉള്ളിലുണ്ട്. പക്ഷേ ചൈൽഡ് റക്കൂൺ കൊടുത്ത ആ ഒരു കിസ്സിങ് ഹാൻഡ് അമ്മ നെഞ്ചിലോട് ചേർത്തു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. ചെസ്റ്റർ ലവ്സ് യു. അമ്മ പറഞ്ഞ പോലെ, മമ്മി ലവ്സ് യു എന്ന് ചെസ്റ്ററിനോട് പറഞ്ഞ പോലെ ചെസ്റ്റർ ലവ്സ് യു എന്ന് അമ്മ ഹാർട്ടിൽ കൈവച്ചു പറഞ്ഞു. ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. ശരിക്കും നല്ലൊരു മദർ ചൈൽഡ് ബോണ്ടാണ് ഈ ഒരു ലെസണിൽ കറക്റ്റ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? മെയിൻ ക്യാരക്ടേഴ്സ് ചൈൽഡ് റക്കൂണും ചെസ്റ്റർ റക്കൂണും മിസ് റക്കൂണും, അതായത് മദർ റക്കൂണാണ് മെയിൻ ക്യാരക്ടേഴ്സ്. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? കുഞ്ഞുങ്ങൾക്ക് ഏത് പാട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടത്? അത് ഓരോരാൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ആ സീക്രട്ട് പറഞ്ഞതായിരിക്കും, ചിലപ്പോൾ ആ കിസ് ചെയ്ത ആ ഒരു ഭാഗമായിരിക്കും. അങ്ങനെ പലതും പലർക്കും പലതരത്തിലുള്ള ഉത്തരമായിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, നൗ ഇതിൻ്റെ മീനിങ്സ് നോക്കാം. കോസി, ഗിവിങ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട്. Edge, the outer boundary, gently in a kind manner. Nuzzle, to rub against gently with the nose and mouth. Scamper, to run with quick, light steps. Scary, causing fear. Swing, to move back and forth. Tease, to make fun of. Tingle, to experience a slight stinging sensation. Tiny, very small. Toasty, a pleasant feeling of warmth. Warmth, a pleasant situations of comfort and affection. Wipe, to clean by rubbing. Wrap, to cover or enclose in paper or other soft material. Cozy means comfortable ആയിട്ടുള്ളൊരു ഫീലിംഗ്. എഡ്ജ് ഇങ്ങനെ അറ്റത്ത് എന്നുള്ള അർത്ഥം. ജെൻ്റ്ലി, സൗമ്യമായ പെരുമാറ്റം. നസൽ, ചെവിയിലേക്ക് ഇങ്ങനെ റബ്ബ് ചെയ്യാം. നസൽ. സ്കാമ്പർ, ടു റൺ വിത്ത് ക്യുക്ക് ലൈറ്റ് സ്റ്റെപ്പ്, തുള്ളി പോകുന്നതിനാണ്. സ്കേറി, കോസിങ് ഫിയർ, പേടിപ്പെടുത്തുന്ന. സ്വിങ്, ഊഞ്ഞാൽ. ടീസ്, കളിയാക്കുക. ടിങ്കിൾ, ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിങ്ങിങ് സെൻസേഷൻ, പെട്ടെന്നൊരു സ്റ്റിങ് ആയിട്ടുള്ള സെൻസേഷൻ വരിക. ടൈനി,
വെരി സ്മോൾ. ടോസ്റ്റി, എ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് വാംത്, പെട്ടെന്നൊരു ചൂട് വരുന്നത്. വാംത്, എ പ്ലസൻറ്റ് സെൻസേഷൻ ഓഫ് കംഫർട്ട് ആൻഡ് എഫെക്ഷൻ, ആ സ്നേഹത്തിൻ്റെ ആ ഒരു വാംത്താണ് ഉദ്ദേശിക്കുന്നത്. വൈപ്പ്, റബ്ബ് ചെയ്യുക എന്നുള്ള അർത്ഥം. ടിയേഴ്സ് വൈപ്പ് ചെയ്യുക. റാപ്പ്, റാപ്പ് മീൻസ് കവർ ചെയ്യുക. ടു കവർ ഓർ എൻക്ലോസ് ഇൻ എ പേപ്പർ ഓർ അതർ സോഫ്റ്റ് മെറ്റീരിയൽ. പേപ്പറിൽ റാപ്പ് ചെയ്യുക, കവർ ചെയ്യുക എന്നെല്ലാം പറയില്ലേ, അതുതന്നെ.